ഹായ് കൂട്ടുകാരെ, നല്ല അടിപൊളി ചീരച്ചേമ്പ് തോരൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ചീരച്ചേമ്പ് വിളവെടുക്കാൻ പോയി, തോട്ടത്ത് പോയി ചീരച്ചേമ്പ് വിളവെടുത്തു. ഒരൊറ്റ ഇല മതി കേട്ടോ. ചീരച്ചേമ്പിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്, ഭയങ്കര വലുപ്പ ഇലക്ക്. അപ്പം ചെറിയൊരു കുടുംബത്തിന് ഒരു ഇല മതി. അങ്ങനെ ഇല പറിച്ച് കൊണ്ടുവന്നു, അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു, നന്നാക്കി കഴുകുമ്പോൾ തന്നെ ആ നേരിയ പാട പോലത്തെ സാധനം എടുത്തു മാറ്റണം. അങ്ങനെ ചെറുതാക്കി അരിയുമ്പോൾ തന്നെ ഒരു ഇല തന്നെ ഇത്ര അധികം ഉണ്ട്. അരിഞ്ഞതിന് ശേഷം ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ കൂട്ട് റെഡിയാക്കണം. തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക് ചതക്കിയെടുത്ത്, വെളുത്തുള്ളിയിലാണ് വറവിടുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ചു, ചതക്കിയ വെളുത്തുള്ളി ഇട്ട് ഒരു ഗോൾഡൻ കളർ ആവണം. അതുവരെയൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ആ കൂട്ടിട്ടൊന്ന് ഇളക്കും. ഉപ്പും ഇടും ആ സമയത്ത് തന്നെ. അതെല്ലാം ഒന്നും കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം ഞാൻ അരിഞ്ഞ് വെച്ച ചീരച്ചേമ്പ് അതിലിട്ട് തിരിച്ചും മറിച്ചും ഇളക്കി മൂടി വെക്കും. കുറച്ച് സമയം വേണ്ടു വേവാൻ. അങ്ങനെ നല്ല അടിപൊളി ചീരച്ചേമ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ചൊറിയില്ലേ ചേമ്പല്ലേ, ചൊറിയില്ലേ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. എന്നാൽ ചൊറിയില്ല എന്ന് മാത്രമല്ല, നല്ല ടേസ്റ്റുമാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ്, ഒരു കാലം ചോറ് തിന്നാ, വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ അതിൻ്റെ ചീരച്ചേമ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ തോരനും എല്ലാം ഇക്ക് കൊടുക്കുമോ?